ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ചെക്കോട്ട സാരീൻ്റെ അകത്ത് നമ്മൾ റിബൺ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു കുഞ്ഞു ട്യൂലിപ്പ് ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് അതിന് ഡിസൈൻ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഞാൻ ട്യൂലിപ്പ് ഫ്ലവർ ഇതുവരെ വരച്ചു വെച്ചിട്ടുണ്ട്. അത്ര ഡാർക്കൻ ചെയ്തിട്ടൊന്നുമില്ല, പയ്യെ ലൈറ്റായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡിൽ വരച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ്. സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. എന്ന് വെച്ചാൽ റിബൺ വർക്ക് ആയതുകൊണ്ട് തന്നെ അതിത്തിരി ഹെവി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു വലിയ ഡിസൈൻ തയ്ക്കുകയാണെങ്കിൽ അതൊരു പല്ലൂയിൽ ഒരെണ്ണം തയ്ച്ചാൽ പിന്നെ ഫ്രണ്ടിൽ മതി. ഒത്തിരി അങ്ങ് ഹെവി വർക്കായ റിബൺ ആയതുകൊണ്ട് ഒത്തിരി ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. 2 ഇലയും തണ്ടും ഒരു ഫ്ലവറൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രെയിം ഇടാം. നമ്മൾ ഫ്രെയിമും ഇട്ടിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന റിബണിൻ്റെ കളറും ത്രെഡൊക്കെ, ലീവ്സ് തയ്ക്കാനായിട്ട് ഞാൻ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ റിബണിന് തന്നെ ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ട്. അപ്പം കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിബൺ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തിരിക്കും. നമ്മുടെ ലീവ്സ് അത്രയും ഷൈനിങ് ഇല്ലാതിരിക്കും. അപ്പോൾ അതിലും നല്ലത് ഒന്നെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് എടുക്കുക, അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മറ്റേത് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ റിബൺ എടുത്തിരിക്കുന്നത് ഒരു റാണി പിങ്ക് കളറാണ്. അപ്പോൾ ഈ ഒരു കളറിന് റാണി പിങ്ക് എന്നാണ് പറയുന്നത് യൂഷ്വലി. അല്ലാണ്ടും നമ്മളിപ്പം വാടാമുല്ലയുടെ കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് എന്നും നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കളർ പിങ്കാണ്. തീരെ വിഡ്ത്ത് കുറഞ്ഞ റിബണാണ്, ഒത്തിരി വിഡ്ത്തുള്ള റിബണല്ല. അപ്പോൾ പിന്നെ റിബൺ എടുക്കുമ്പം നമ്മൾ ഒത്തിരി നീളത്തിൽ എടുക്കാണ്ട്, എന്ന് വെച്ചാൽ നമ്മൾ ആങ്കർ ത്രെഡ് എടുത്തിട്ട് തയ്ക്കുന്ന മാതിരി ഒത്തിരി നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടാകും, റിബൺ ചീത്തയാവും. അപ്പോൾ ഒത്തിരി നീളത്തിലെടുക്കണ്ട, കുറച്ച് ലെങ്ത്ത്, ഒരു പൂ തയ്ക്കാനുള്ള ലെങ്ത്ത് എടുത്തിട്ട് നമുക്ക് അത്രയും ലെങ്ത്ത് എടുത്ത് വെച്ചാൽ മതി, എന്നിട്ട് തയ്ക്കാം. പിന്നെ അത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വലിയ നീഡിലെടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രോസ് സ്റ്റിച്ചൊക്കെ തയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പുറത്ത് നീഡിൽ നല്ല ഐ ഹോളുള്ള നീഡിൽ വേണം. ഇപ്പോൾ ഇത് ഞാൻ എടുത്തേക്കാൻ ഓൾറെഡി കോർത്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഐ ഹോളിൻ്റെ മുഴുപ്പ്, ഈ ഒരു ഐ ഹോളിൻ്റെ മുഴുപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും നല്ല ഐ ഹോളുള്ള നീഡിൽ വേണം എടുക്കാൻ, എന്നാലാണ് നമ്മുടെ റിബൺ നല്ല സ്മൂത്തായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ട്യൂബ്സും ബീഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് നോർമൽ നമ്മുടെ കയ്യിലുള്ളതുപോലെ, അത് ഓപ്ഷണലാണ്, ഉപയോഗിച്ച് വെച്ചാൽ മതി. അപ്പം നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ റിബൺ നമുക്ക് ചെയ്യാം. റിബൺ വർക്ക് ചെയ്യാൻ നേരത്തെ റിബണിൻ്റെ താഴെ നോട്ട് ഇടുന്നത് ഒരു പ്രോബ്ലമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ നോട്ട് ഇടുന്നത് ഇത് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ നമ്മൾ ത്രെഡാണെങ്കിൽ വിരലിൽ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ നോട്ടാവുമായിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടല്ല ഞാൻ യൂഷ്വലി റിബൺ ചെയ്യുമ്പം ചെയ്യാറ്. റിബൺ ഞാൻ ചെയ്യുമ്പം ഇങ്ങനെ മടക്കും, അതിൻ്റെ എൻഡ് രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ആ മടക്കിയതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഈ ത്രെഡ് കൊണ്ടുപോകും ഇങ്ങനെ. ഇങ്ങനെയാണ് ഞാൻ നോട്ടിടുന്നത് ത്രെഡിൻ്റെ അകത്ത്, റിബണിൻ്റെ അകത്ത്. അപ്പം ഇങ്ങനെ നോട്ടെടുത്ത് ഞാൻ ഒട്ടും ലെങ്ത്ത് എടുത്തിട്ടില്ല, കുറച്ച് ഇത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1-2 പെറ്റൽ തയ്ക്കാനുള്ള നീളമുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഇത് 2 ലെയറായിട്ടാണ് ട്യൂലിപ്പ് ഫ്ലവർ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ താഴത്തുനിന്ന് എടുക്കുക, ഞാൻ കുത്തിയെടുത്തിട്ട് റിബണിന് 2 വശം ഉണ്ടല്ലോ, നല്ല വശവും ചീത്ത വശവും. അപ്പോൾ അതിന് നല്ല സ്മൂത്ത് സിൽക്കി എഫക്റ്റുള്ള ഇത് വേണം നമ്മൾ പുറത്തോട്ട് വയ്ക്കാൻ. അത് നമ്മുടെ എന്തോരം നീളത്തിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഡിസൈൻ അനുസരിച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ റിബൺ നേരെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഡിസൈൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ നീഡിൽ താത്തുകയാണ്.
സൂക്ഷിച്ച് വലിക്കുക, ഒത്തിരി മുറുക്കെ വലിച്ചു പോരുത്. പയ്യെ ഒന്ന് ഒരു ഇവിടെ എത്തുമ്പോൾ നിർത്തണം. ഇത്രേ വലിക്കാമുള്ളൂ. ഈ ഒരു ബെൻഡിങ് ഇവിടെ ടിപ്പിൽ വരാമുള്ളൂ. അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓവർലാപ്പ് ചെയ്ത് തയ്ക്കണമെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് തയ്ക്കാം. ഞാനിപ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഇതുപോലെ പെറ്റലിൽ സെൻറ്ററിൽ കുത്തിത്താത്തുക. എന്നിട്ട് വലിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഒത്തിരി സ്പീഡിൽ വലിച്ചു പോകരുത്. പയ്യെ ഈ ഒരു ബെൻഡിങ് വരുമ്പോൾ ഇവിടെ നിർത്തണം. ഇത്രയും വരുമ്പോൾ നിർത്തണം. ഇനി അടുത്തത് ഇതുപോലെ നമ്മൾ ഒരു ലെയർ ഫുൾ ഇവിടെ വരെ നമ്മൾ തയ്ക്കുകയാണ്. കേട്ടോ, നമ്മൾ 3 പെറ്റിലാണ് അത്രയും ത്രെഡും കൊണ്ട് അല്ലെങ്കിൽ റിബണും കൊണ്ട് നമ്മൾ തയ്ച്ചത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ നോട്ട് ഇടുന്നത്. ഈ റിബൺ വെച്ച് ചെയ്യുമ്പോൾ നോട്ട് ഇടുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒത്തിരി വലിയ ഇതാണ്, നമുക്ക് നോട്ടിടാൻ ഇച്ചിരി തടിച്ച് നിൽക്കും. അപ്പം ഞാൻ യൂഷ്വലി ത്രെഡ് ചെയ്യുന്നവർ തന്നെ ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കും. എന്ന് വെച്ചാൽ ഇത്തിരി നീളത്തിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഊരിപ്പോന്നാലോ. അപ്പോൾ ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ്, ഈ റിബണിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുത്തിയെടുത്തു. ഇപ്പം നമ്മൾ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ത്രെഡ് നോട്ട് ഇടുന്നപോലെ തന്നെ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് വലിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, പുറത്തുള്ളത് എന്ന് വെച്ചാൽ പുറകിലുള്ളത് വലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. നല്ലോണം ഒന്ന് വലിക്കുക. എന്നിട്ട് ഇവിടെ നോക്കുക ഇത് വലിഞ്ഞു പോയോ എന്നുള്ളത്. ഫ്രണ്ടിലൊന്ന് നോക്കുക. ഇത് നമ്മുടെ ടിപ്പ് വെച്ചിരിക്കുന്നത് അത് വലിഞ്ഞ് കുഞ്ഞിതായോ എന്ന് നോക്കുക നമ്മൾ ഇവിടെ വലിക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വലിക്കുക. ഒരു വട്ടോടെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് നോട്ടിടാം. ത്രെഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷെ വലിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ മുമ്പിലത്തെ ചിലപ്പോൾ വലിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. ഇപ്പം നമ്മൾ ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ ഒരു ലെയർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ തയ്ക്കാൻ, കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ തയ്ച്ച് തീർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നമുക്ക് ഒരു ലെയറും കൂടെ തയ്ക്കാം. അപ്പോൾ അടിയിലുള്ള കെട്ടൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഈ റിബൺ കയറി വരത്തില്ല. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ 2 പെറ്റലിൻ്റെയും സെൻറ്ററിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതും ഫുൾ ലെങ്ത്ത് വേണ്ട, കുറച്ച് താഴെയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് മതി. അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ താഴത്തോട്ട് താത്തുകയാണ്. അപ്പോൾ ഇതുമാതിരി വരും ആ പെറ്റിൽ. അപ്പം അങ്ങനെ എല്ലാ പെറ്റിൻ്റെ ഇടയിൽ ഒരു ലെയറും കൂടെ നമുക്ക് തയ്ക്കാം. മേളിൽ ആദ്യം തയ്ച്ചതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കുറച്ച് പെറ്റൽസ് ഇതുപോലെ തയ്ച്ച് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗി കൂട്ടാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിപ്പം അടിയിൽ കെട്ടുള്ളതുകൊണ്ട് കെട്ടിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ കുത്തിയെടുക്കണം. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് മാറ്റി വയ്ക്കാനും നമുക്ക് പറ്റില്ല, അതൊന്ന് നോക്കി വേണം എടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നീഡിൽ വെച്ചേക്കുന്ന ആ ഒരു പോർഷനിൽ ത്രെഡല്ല റിബൺ ചീത്തയാവണുണ്ടോ. അപ്പോൾ ഒത്തിരി നീളത്തിൽ നമ്മളെടുത്ത് ഇതുവരെ വലിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതേ റിബൺ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് പോകണതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഫിനിഷിങ് പോകും. അപ്പോൾ ഒത്തിരി ലെങ്ത്തിലുള്ള റിബൺ എടുക്കണ്ട എംബ്രോയ്ഡറി ചെയ്യാനായിട്ട്. പിന്നെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തും വരും നമ്മൾ ഓരോ വട്ടം എടുക്കുന്നതോടും. അപ്പോൾ അതൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുക. നമ്മുടെ ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സും സ്റ്റെംസുമാണ്. ലീവ്സും സ്റ്റെംസും നമ്മൾ ഗ്രീൻ കളർ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്.
അത് ഇപ്പോൾ ദേ ഇതിൻ്റെ ഞാൻ തയ്ച്ചു വന്നപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ശരിക്കും ഞാൻ വരച്ചപ്പോൾ ഇവിടെയായിരുന്നു. പക്ഷേ ഞാൻ തയ്ച്ചു വന്നപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇവിടെയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് സ്റ്റെപ്പിന് ഒരു ഇത്തിരി മാറ്റം വരുത്താം. അങ്ങോട്ടേക്ക് ചിരിച്ച് നിൽക്കുന്ന രീതിയിലോട്ടാക്കാം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ്. പേൾ കോട്ടൻ്റെ ഒരു സിംഗിളായിട്ടാണ് എടുത്തിരിക്കുന്നത്, 2 എണ്ണം ആയിട്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ നമ്മൾ തയ്ച്ചു കഴിയും. അപ്പോൾ തന്നെ നമുക്ക് ലീഫിലോട്ട് അങ്ങോട്ടേക്ക് അടിയിൽ നിന്ന് തന്നെ നമുക്ക് വലിച്ചെടുക്കാം, നോട്ടിടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് ഇവിടെ എടുക്കുകയാണ്. ഇനി നമ്മൾ ലീഫ് ഫിഷ് ബോണാണ് തയ്ക്കുന്നത്. ഫിഷ് ബോൺ തയ്ക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. ഇങ്ങനെ എടുക്കുവാണ്. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിൽ കൂടെ വലിച്ചെടുക്കാതെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. ഇതുപോലെ വലിച്ച് അത് കൃത്യം കുറച്ചായിട്ട് അടുപ്പിച്ചടുപ്പിച്ചായിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. പൂവും അതുപോലെ തന്നെ ഈ ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലീഫ് തയ്ച്ചു കഴിഞ്ഞ് ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലത്തെ ട്യൂബ്സ് വെക്കുന്നുണ്ട്, ഗോൾഡൻ ട്യൂബ്സ്. ഭയങ്കര വലിയ ട്യൂബ്സ് അല്ല, കുഞ്ഞു ലെങ്ത്തിലുള്ള ട്യൂബ്സാണ്. ഇതുപോലത്തെ ട്യൂബ്സാണ്, അല്ലെങ്കിൽ കട്ട് ബീഡ്സ്, അതാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇലയുടെ സൈസ് എത്രയാണെന്ന് വെച്ചാൽ അത്ര എണ്ണം നമ്മൾ വെക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി വലിയ മുഴുപ്പുള്ളതല്ല ഇല, അതുകൊണ്ട് തന്നെ ഞാൻ 2 3 എണ്ണമാണ് നടുക്ക് സെൻറ്ററിൽ ഈ ലീഫിന് വെയിനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനൊരു എന്താണെന്ന് വെച്ചാൽ ട്യൂബിൻ്റെ കളറിൽ തന്നെയുള്ളൊരു ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡ് സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് സിൽക്ക് ത്രെഡ് വേണമെന്നില്ല കേട്ടോ, ഏത് ത്രെഡ് വേണമെങ്കിലും മതി. എനിക്ക് ഈ കളറ് സിൽക്ക് ത്രെഡേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തു. അപ്പോൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുമ്പം അരികൊക്കെ നേരെപാടിനിരിക്കുന്നത്, പൊട്ടിപ്പോവാത്തത് നല്ലത് നോക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ നേരെയായി വരത്തില്ല. അപ്പോൾ ഇത് നേരെയല്ല, അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇതുപോലെ 3 എണ്ണം കോർത്തിട്ട് ഒരുമിച്ച് തന്നെ കോർത്തിട്ട് വെക്കുകയാണ് ഞാൻ. ഇതുപോലെ 3 എണ്ണം കോർത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ താത്തിയിട്ട് പിന്നെ സൈഡിൽ ഉടക്കുന്നുണ്ട്. അതെ, 3 എണ്ണം ഇങ്ങനെ വെച്ചു. ഇനി സൈഡിൽ എല്ലാത്തിൻ്റെയും സൈഡിൽ കൂടി ഒന്ന് എടുത്ത് ഉടക്കി വെക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾക്ക് ഈ ഒരു ലീഫും ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ലീഫും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പൂവിൻ്റെ സെൻറ്ററിൽ നമ്മൾ കുഞ്ഞ് ബീഡാണ് വെക്കുന്നത്, ഒത്തിരി വലിയ ബീഡല്ല, ഒരു മീഡിയം സൈസ്, ഈ ഒരു സൈസിലുള്ള ബീഡാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതും ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പം എങ്ങനെ ഇരിക്കുന്നു നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഭംഗിയിൽ കോൺട്രാസ്റ്റ് കളേഴ്സ്. ഇതിപ്പോൾ ഞാൻ റാണി പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്കിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് സാരിയുടെ കാണുന്ന ഭാഗത്തൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഈ റിബണിന് ഒരു ഷൈനിങ് എഫക്റ്റും കൂടെ ഉള്ള കാരണം നല്ലോണം തെറിച്ച് നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.